വീർ സവർക്കറെ അവഹേളിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് താക്കീത് നൽകി സുപ്രീം കോടതി. സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ച് അനാവശ്യ പരാമർശം നടത്താൻ ആരെയും അനുവദിക്കില്ല. മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ആരാധിക്കുന്ന മഹത് വ്യക്തിയാണ് സവർക്കർ എന്നും കോടതിയുടെ ഓർമ്മിപ്പിക്കൽ. ഇനി ആവർത്തിച്ചാൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെയും ബ്രിട്ടീഷുകാരുടെ സേവകൻ എന്ന് രാഹുൽ പറയുമോ എന്നും കോടതിയുടെ നിർണായക ചോദ്യം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, ഏത് സാഹചര്യത്തിലായിരുന്നു സുപ്രീം കോടതി ഇത്ര രൂക്ഷമായ ഒരു വിമർശനം രാഹുൽ ഗാന്ധിയെ നടത്തിയത്? നീലിമ, കോൺഗ്രസിന്റെ ഈ ഭാരത് ജോഡോ യാത്ര മഹാരാഷ്ട്രയിലൂടെ കടന്നു പോകുന്ന ഘട്ടത്തിലാണ് മഹാരാഷ്ട്രയിൽ സംസാരിക്കുമ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭാരതത്തിന്റെ ധീരദേശാഭിമാനി VD സവർക്കറെ അപമാനിച്ചുകൊണ്ട് ചില പ്രസ്താവന നടത്തിയത്. അന്ന് രാഹുൽ നടത്തിയ പ്രസ്താവന VD സവർക്കർ ബ്രിട്ടീഷുകാരുടെ ഏജന്റാണെന്നും ഇദ്ദേഹത്തിന് ബ്രിട്ടീഷുകാരിൽ നിന്നും പെൻഷൻ ഉൾപ്പെടെ കിട്ടിയിരുന്നു എന്നൊരു പ്രസ്താവന നടത്തുകയും അതിനെതിരെ അന്ന് തന്നെ വലിയ വിവാദം രൂപപ്പെടുകയും ചെയ്തിരുന്നു. ഈ പരാമർശവുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് രാഹുലിന് ഒരു സമൻസ് ലക്നൗ മജിസ്ട്രേറ്റ് കോടതി അയച്ചു. ആ സമൻസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അലഹബാദ് ഹൈക്കോടതിയെ രാഹുൽ സമീപിച്ചുവെങ്കിലും കോടതി അത് അംഗീകരിച്ചിരുന്നില്ല. അതേ തുടർന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ രാഹുൽ വന്നത്. പക്ഷേ രൂക്ഷമായ വിമർശനമാണ് രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതിയിൽ നിന്നും ഇന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കോടതി വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ ചോദിച്ചു. ഒന്ന്, താക്കീത് നൽകിക്കൊണ്ട്, അതായത് ഈ രീതിയിലുള്ള പ്രതികരണം, അതായത് ധീരദേശാഭിമാനികളെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും എന്തും പറയാമെന്ന തോന്നൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ട എന്ന പരാമർശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. മാത്രമല്ല, കോടതി മറ്റ് ചില വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഒബീഡിയന്റ് സെർവന്റ്, അതായത് പലപ്പോഴും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പല ആളുകളും ഈ VD സവർക്കറെ അപമാനിക്കുന്നത് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ എഴുതിയ ചില കത്തുകൾക്കകത്ത് യുവർ ഒബീഡിയന്റ് സെർവന്റ് എന്ന് എഴുതി എന്നതാണ്. അങ്ങനെയെങ്കിൽ കോടതിയുടെ ചോദ്യം, ബ്രിട്ടീഷുകാർക്ക് പ്രത്യേകിച്ച് അന്നത്തെ വൈസ്രോയ്ക്ക് ഉൾപ്പെടെ മഹാത്മാഗാന്ധിയും നെഹ്റുവും ഒക്കെ എഴുതിയ കത്തുകൾക്കകത്ത് യുവർ ഒബീഡിയന്റ് സെർവന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ നാളെ ഗാന്ധിയെയും നെഹ്റുവിനെയും ഒക്കെ ബ്രിട്ടീഷുകാരുടെ ഏജന്റ് എന്ന് വിളിക്കുമോ എന്ന ഒരു ചോദ്യം കൂടി സുപ്രീം കോടതി ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകനോട് ചോദിച്ചിരിക്കുകയാണ്. അതായത് വർഷങ്ങളായി തന്നെ VD സവർക്കറിനെതിരായി ഈ ഇടത് ബുദ്ധിജീവികളും ലെഫ്റ്റ് ലിബറലുകളും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കളും എടുത്തു കാണിക്കുന്ന ഒരു വിഷയം എന്നത് യുവർ ഒബീഡിയന്റ് സെർവന്റ് എന്ന് അദ്ദേഹം എഴുതിയ ഒരു കത്തിനകത്ത് പരാമർശിച്ചു എന്നുള്ളതാണ്. പക്ഷേ കോടതി ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, മഹാത്മാഗാന്ധി ബ്രിട്ടീഷ് വൈസ്രോയിമാർക്ക് എഴുതിയിട്ടുള്ള കത്തുകൾക്കകത്ത് യുവർ ഒബീഡിയന്റ് സെർവന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. മറ്റു പല നേതാക്കൾ, നെഹ്റുവിനെ പോലുള്ള ആളുകളും സമാനമായ രീതിയിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവരെയൊക്കെ ബ്രിട്ടീഷുകാരുടെ ഏജന്റാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്ത ആളുകളാണ് ഗാന്ധി എന്ന രീതിയിലുള്ള പരാമർശം നാളെ ഇത്തരക്കാർ നടത്തില്ല എന്ന് ആര് കണ്ടു എന്ന ഒരു ചോദ്യമാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. മാത്രമല്ല, കോടതി ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം, ബ്രിട്ടീഷ് ഭരണകാലഘട്ടം നിലനിൽക്കുമ്പോൾ അന്നത്തെ ഭാഷാ ശൈലി ഈ രീതിയിലായിരുന്നു. യുവർ ഒബീഡിയന്റ് സെർവന്റ് എന്നൊക്കെയുള്ള രീതിയിൽ കത്തുകൾ എഴുതുമ്പോൾ അത്തരം എഴുത്തുകൾ സ്വാഭാവികമായിരുന്നു. അതിന് ഉദാഹരണമായി കോടതി പറഞ്ഞത്, കൊൽക്കത്ത ഹൈക്കോടതിയിൽ ആ കാലഘട്ടത്തിൽ ജഡ്ജിമാർ ചീഫ് ജസ്റ്റിസിനെ അഭിസംബോധന ചെയ്തത് യുവർ ഒബീഡിയന്റ് സെർവന്റ് എന്ന നിലയിലാണ്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലെ ഭാഷാ ശൈലിയുടെ ഭാഗമായിട്ടാണ് അത്തരം പ്രയോഗങ്ങൾ ഈ കത്തുകൾക്കകത്തുണ്ടായത്. അത് VD സവർക്കർ മാത്രമല്ല, മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ധീരദേശാഭിമാനികൾ, സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചിരുന്ന നേതാക്കന്മാരും അത്തരം പദപ്രയോഗങ്ങൾ ഇംഗ്ലീഷിൽ എഴുതിയിരുന്ന കത്തുകളിൽ എഴുതിയിരുന്നു എന്ന കാര്യം കൂടി സുപ്രീം കോടതി ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, രാഹുലിന്റെ അഭിഭാഷകനെ നിർത്തി പൊരിക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ കോടതി എന്ന കാര്യത്തിൽ സംശയമില്ല. കോടതി ചോദിച്ചത്, ഇതേ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയാണല്ലോ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് VD സവർക്കറെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്തത് എന്ന കാര്യം രാഹുലിന് അറിയാമോ എന്ന് രാഹുലിന്റെ അഭിഭാഷകനോട് കോടതി ചോദിച്ചു. ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കെ ഭാരതത്തിന്റെ ധീരദേശാഭിമാനി എന്നും വിപ്ലവകാരികളുടെ രാജകുമാരൻ എന്നൊക്കെയാണ് VD സവർക്കറെ വിശേഷിപ്പിച്ചത്. എന്നാൽ ചെറുമകനായ രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും അറിയത്തില്ല എന്ന ചോദ്യവും കോടതി ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ശക്തമായ താക്കീത് കോടതി ഇപ്പോൾ രാഹുലിന് നൽകുക
ചൂണ്ടിക്കാണിക്കുകയാണ്. ഇനിയും ഇത്തരം ആവർത്തനം തുടർന്നു കഴിഞ്ഞാൽ ഇത്തരം ധീരദേശാഭിമാനികളെയും സ്വാതന്ത്ര്യ സമര സേനാനികളെ പറ്റിയും എന്തും വിളിച്ചു പറയാമെന്ന തോന്നലുണ്ടെങ്കിൽ അതിന് വലിയ പ്രത്യാഘാതം ഭാവിയിൽ അനുഭവിക്കേണ്ടി വരുമെന്ന താക്കീതാണ് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത്. നീലിമ. ഗൗതം, അതുപോലെ തന്നെ രാജ്യത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും അറിയാതെ എങ്ങനെയാണ് ഇത്ര നിരുത്തരവാദപരമായ രീതിയിൽ രാഹുൽ ഗാന്ധിക്ക് ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്താൻ കഴിയുന്നത് എന്ന അതിരൂക്ഷമായ വിമർശനമടങ്ങിയ ഒരു ചോദ്യവും സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുകയാണ്. നീലിമ, അത് തന്നെയാണ്. അതായത് എല്ലാ അർത്ഥത്തിലും കോടതി വലിയ വിമർശനമാണ് ഇന്നിപ്പോൾ രാഹുലിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ പറ്റി എന്തും പറയാം എന്ന ഒരു തോന്നൽ വേണ്ട എന്ന കൃത്യമായ താക്കീത് കോടതി നൽകുന്നു. മാത്രമല്ല, വി ഡി സവർക്കർ മഹാരാഷ്ട്രയിൽ ദൈവതുല്യമായ ആളുകൾ ആരാധിക്കപ്പെടുന്ന വ്യക്തിയാണ് എന്ന കാര്യം കോടതി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, വി ഡി സവർക്കർ ഭാരതമെമ്പാടും ആളുകൾ ആരാധിക്കുന്ന, ദൈവതുല്യമായി ആരാധിക്കുന്ന, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിലെ വിപ്ലവകാരികളുടെ രാജകുമാരൻ എന്ന് ഈ രാഷ്ട്രം വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ്. ഹിന്ദുത്വം എന്ന ഐഡിയോളജിയെ, അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിന്റെ അനാദിയായ കാലം മുതൽ നിലനിൽക്കുന്ന ഒരു സാമൂഹിക സംവിധാനത്തെ കൃത്യമായി വിവരിച്ചിട്ടുള്ള വ്യക്തിയാണ് വി ഡി സവർക്കർ. അതിനാൽ തന്നെ സവർക്കറെ ഭാരതത്തിലെമ്പാടും ഈ രാഷ്ട്രത്തിന്റെ വീരപുത്രൻ എന്ന നിലയിൽ കാണുന്നു. പക്ഷേ ഇന്നിപ്പോൾ കോടതി വിശേഷിച്ച് മഹാരാഷ്ട്രയുടെ കാര്യം എടുത്തു പറയാനുള്ള രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന്, മഹാരാഷ്ട്രയിൽ വെച്ചാണ് ഈ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ഈ വിവാദ പ്രസ്താവന നടത്തിയത്. മാത്രമല്ല, സവർക്കറിന്റെ ജന്മനാട് നമുക്കറിയാം മഹാരാഷ്ട്രയിലെ നാസിക്കാണ്. അതിനാൽ മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തിന് വിശേഷിച്ച് ഒരു വലിയ പരിവേഷം, ഒരു ദൈവതുല്യമായ പരിവേഷം ആ സംസ്ഥാനത്ത് വിശേഷാലുണ്ട്. അക്കാര്യം കൂടി ഇന്നിപ്പോൾ സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഈ ബ്രിട്ടീഷുകാരുടെ കത്തുകൾക്കകത്ത് ആ കാലഘട്ടത്തിൽ ഈ സ്വാതന്ത്ര്യ സമരത്തെ മുന്നിൽ നിന്ന് നയിച്ചവരെല്ലാം അന്നത്തെ ഇംഗ്ലീഷ് ഭാഷയുടെ ചില പ്രത്യേക സവിശേഷതകൾ അല്ലെങ്കിൽ ചില പ്രത്യേക പദപ്രയോഗങ്ങൾ ഇംഗ്ലീഷ് ഭാഷകളിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഒബീഡിയൻറ്റ് സെർവൻ്റ് എന്ന പദം പലരും എഴുതിയിട്ടുള്ളത്. അത് മഹാത്മാഗാന്ധി എഴുതിയിട്ടുള്ള കത്തുകൾ, ബ്രിട്ടീഷ് വൈസ്രോയ്ക്ക് എഴുതിയിട്ടുള്ള കത്തുകളിൽ യുവർ ഒബീഡിയൻറ്റ് സെർവൻ്റ് എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം. ജവഹർലാൽ നെഹ്റു യുവർ ഒബീഡിയൻറ്റ് സെർവൻ്റ് എന്ന് എഴുതിയെന്ന് മാത്രമല്ല, അദ്ദേഹം ജയിലിൽ കടന്ന ഘട്ടങ്ങളിലൊക്കെ 1-2 ആഴ്ച കഴിയുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം, എനിക്ക് ഈ ജയിൽവാസം പറ്റില്ല എന്ന് പച്ചയ്ക്ക് ബ്രിട്ടീഷുകാരോട് എഴുതിയിട്ടുള്ള നിരവധി കത്തുകൾ ഇപ്പോഴും ലഭ്യമാണ്. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം കോടതി ഒരർത്ഥത്തിൽ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ഇന്നത്തെ ഈ ഒരു വാദത്തിനിടയിൽ എന്നതാണ് ഏറെ ശ്രദ്ധേയം. എന്തായാലും രാഹുലിന് വലിയ തിരിച്ചടിയാണ്. കാരണം ഭാരത് ജോഡോ യാത്രയ്ക്കിടയിൽ 2022 നടത്തിയതുമായി ബന്ധപ്പെട്ടതാണ് ഈ കേസ്. ഇതോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ടത്, രാഹുൽ പലതവണ വി ഡി സവർക്കറെ അധിക്ഷേപിച്ചിട്ടുണ്ട്. ഇത് ഒരു കേസാണ്. ഇത്തരത്തിൽ സവർക്കറിനെ പോലെ ഒരു ധീരദേശാഭിമാനിയെ നാടുനീളം നടന്ന് അധിക്ഷേപിക്കുന്ന ഒരു സ്വഭാവം രാഹുലിനുണ്ടായിരുന്നു. എന്തായാലും ഇത് ആവർത്തിച്ച് കഴിഞ്ഞാൽ രാഹുലിന് വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന താക്കീതാണ് ഇപ്പോൾ പരമോന്നത നീതിപീഠം നൽകുന്നത്. വീര സവർക്കറെ അവഹേളിച്ച് സംസാരിച്ചതിന് രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതിയിൽ നിന്നും വലിയ താക്കീതാണ് ഉണ്ടായിരിക്കുന്നത്. ഗൗതമാണ് സമഗ്രമായി ഈ റിപ്പോർട്ട് നൽകിയത്.